കുറച്ചധികം പാടുപെട്ട് കുറച്ചധികം പൈസയും സേവ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് കുറച്ച് പോക്കിമോൺ കാർഡ്സ് മേടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ചധികം നാളെ എൻ്റെ പുറകെയായിരുന്നു. വീണ്ടും നമ്മുടെ കസിൻ വന്നപ്പോഴത്തേക്കും കൺട്രോളറിൻ്റെ കൂടെ തന്നെ എനിക്കൊരു 3 പെട്ടി എലീറ്റ് ട്രെയിനർ ബോക്സസും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലെ 2 എണ്ണം ഞാൻ സീൽ ചെയ്ത് വെക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ആൻഡ് ഒരെണ്ണം നമുക്ക് തുറക്കാം. ഇത് എൻ്റെ പോക്കിമോൺ കളക്ഷനിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് ആയിരിക്കും. ഞാൻ ചെറുതായിരുന്നപ്പോൾ കുറച്ച് കാർഡുകൾ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷെ എൻ്റെ കണ്ടീഷനൊന്നും അത്ര നല്ലതല്ല. ഇത് എന്നാലും നമുക്ക് മര്യാദയ്ക്ക് തന്നെ സൂക്ഷിച്ച് വെക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. സോ ഇത് സ്കാർലറ്റ് ആൻഡ് വയലറ്റ് സീരീസിലെ ബ്ലാക്ക് ബോൾട്ട് എലീറ്റ് ട്രെയിനർ ബോക്സ് ആണ്. ഈ പെട്ടിക്ക് ഞാൻ കൊടുത്തേക്കുന്ന പ്രൈസ് ഇവിടെ മേളിൽ എഴുതിയിട്ടുണ്ടാവും. ആൻഡ് അതനുസരിച്ചിട്ട് ഇതിന് തുറക്കുന്ന കാർഡുകൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ തരുന്നതെന്നുള്ളത് ആ ഒരു നമ്പർ മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ടോട്ടൽ ഇതിൻ്റെ അകത്ത് 9 പാക്കുകളാണുള്ളത്. അത് കൂടാണ്ട് തണ്ടറസ് എന്ന് പറഞ്ഞ ഈ ഒരു പോക്കിമോണിൻ്റെ ഒരു പ്രൊമോ കാർഡും കൂടെ ഉണ്ട്. പ്ലസ് നമുക്ക് ഉള്ളത് 65 കാർഡ് സ്ലീവ്, 45 എനർജി കാർഡ്, പിന്നെ ഈ ഒരു എക്സ്പാൻഷൻ്റെ അകത്ത് എന്തൊക്കെ കാർഡുകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. പിന്നെ ഒരു ഡൈസ്, ഒരു കോയിൻ ഫ്ലിപ്പ് ഡൈ, 2 പ്ലാസ്റ്റിക് കണ്ടീഷൻ മാർക്കേഴ്സ്, പിന്നെന്താ കളക്ടേഴ്സ് ബോക്സും പിന്നെ കോഡ് കാർഡും. അത്രേ ഉള്ളൂ. അതാണ് ഉള്ളത്. ഈ കാണുന്ന സാധനങ്ങൾ ഇതാണ്. ഏത് എലീറ്റ് ട്രെയിനർ ബോക്സ് നിങ്ങൾ മേടിച്ചാലും കിട്ടുന്ന സാധനങ്ങൾ ഇതായിരിക്കും. അപ്പോൾ ഞാൻ എല്ലായിടത്തും നോക്കിയപ്പോഴും ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ പോക്കിമോൺ കളക്ടിങ് തുടങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് ETBs മേടിച്ച് തുടങ്ങുക. അതാണ് എലീറ്റ് ട്രെയിനർ ബോക്സസ് മേടിച്ച് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബൂസ്റ്റർ ബോക്സസോ അല്ലെങ്കിൽ ഇതിൻ്റെ മാസ്റ്റർ സെറ്റ് കളക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുവാണെങ്കിലേക്കും ബൂസ്റ്റർ ബോക്സസ് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ബൂസ്റ്റർ പാക്സ് മേടിച്ചാൽ മതി. പക്ഷേ സ്റ്റാർട്ടിങ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേത് 2 എണ്ണവും ഞാൻ സീൽ ചെയ്ത് തന്നെയാണ് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോഴത്തേക്ക് നമുക്ക് ആക്രാന്തം വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തുറക്കും, അല്ലാത്ത വണ്ണം അതങ്ങനെ തന്നെ ഇരിക്കും. ആൻഡ് ഈ സാധനം നമുക്ക് ഇപ്പോഴത്തേക്ക് അങ്ങ് പൊട്ടിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ സാധനത്തിൽ നിന്ന് ആക്ച്വലി വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല. കാരണം ഞാനത് ഗ്രേഡ് ചെയ്യാനും കൊടുക്കാനൊന്നും പോകുന്നില്ല, ഞാൻ എവിടെയും വിൽക്കാനും പോകുന്നില്ല. നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വെക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ദ സീൽസ് ഓഫ്, ഇനി ഈ സാധനത്തിന് വാല്യൂ ഇല്ല, ഇനി ഇത് തുറക്കൽ മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് തുറക്കുന്നത്? ഓ ഓക്കെ, യു ജസ്റ്റ് പുഷ് ഇറ്റ് ഔട്ട്. വി ഗോ. അപ്പം ഇതാണ് ഇതിലുള്ള പ്ലെയേഴ്സ് ഗൈഡ്. അതായത് ഇതിനകത്ത് എന്തൊക്കെ കാർഡുകളുണ്ട്, എന്തൊക്കെയാണ് ചേസ് കാർഡ്സ്, ആൻഡ് എന്തൊക്കെ കാർഡുകൾ പ്രതീക്ഷിക്കാം എന്നുള്ളത് ഈ ഒരു ബുക്ക്ലെറ്റിൻ്റെ അകത്തുണ്ട്. ഓ, ഞാൻ നിങ്ങളെയും കാണിക്കാം. വായിക്കണമെന്നുള്ളവർക്ക് പോസ് ചെയ്ത് വായിക്കാൻ വേണമെങ്കിൽ ആൻഡ് കാർഡുകളൊക്കെ നോക്കിക്കോ. ഇത് റെഡും ബ്ലാക്കും അതായിരിക്കും ഇതിനകത്തുള്ള ഏറ്റവും റെയർ സാധനങ്ങൾ കേട്ടോ. ഇതൊക്കെ വായിക്കണമെന്നുള്ളവർക്ക് പോസ് ചെയ്ത് വായിക്കാം. ഓരോ കാർഡിൻ്റെയും എക്സ്പ്ലനേഷനും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ. ആൻഡ് ഓരോ കാർഡിൻ്റെയും പവർ ലെവല്, അതിൻ്റെ ഓരോ എബിലിറ്റീസും സാധനങ്ങളും എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് ഇതാണ് ഇതിനകത്തുള്ള എല്ലാ കാർഡുകളും. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. സോ ദോസ് ആർ ലീഫ് പോക്കിമോൺ, ദീസ് ആർ ഫയർ, ദിസ് ഇസ് വാട്ടർ, ലൈറ്റ്നിങ്. ഇതിൻ്റെ ദ റെയർ ഇസ് സെക്രോം ആണ്. സെക്രോം EX ആണ്. ഈ തണ്ടറസിൻ്റെ ആണ് നമുക്ക് പ്രൊമോ കാർഡ് ഇതിനകത്ത് ഓൾറെഡി തരുന്നത്. പിന്നെ ഏതാ, ദ സൈക്കിക് കാർഡ്സ്, ദി എർത്ത് കാർഡ്സ് എല്ലാം ഉണ്ട്. ഡാർക്ക്, മറ്റത് മറിച്ചത് എല്ലാം ഉണ്ട് ഇവിടെ. എൻ്റെ അമ്മ, ഇതിൻ്റെ മാസ്റ്റർ സെറ്റ് ഒക്കെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഗോഡ്. ഈ സെക്രോം ആണ് നമ്മുടെ ഈ പെട്ടിയുടെ അകത്തുള്ള അണ്ണൻ കേട്ടോ. ഈ ബ്ലാക്ക് ബോൾട്ടിന്റെ പെട്ടിയുടെ അകത്തുള്ള അണ്ണ ഈ സെക്രോം ആണ് കേട്ടോ. ഓ, ഐ ഡു നോട്ട് നോ ദാറ്റ്. വിക്ടീനിയും സെക്രോം EXും ആ ബ്ലാക്കും റെഡും കാർഡാണ് നമ്മുടെ ഏറ്റവും
ലൈക്ക് റെയർ ആയിട്ടുള്ള ഇതിൻ്റെ അകത്തുള്ള ചേസ് കാർഡ്സ് ആ 2 സാധനങ്ങളാണ്. ഇത് 2 ഹൈപ്പർ റെയർ കാർഡ്സ്. വെൽ ദാറ്റ് വാസ് എ പ്ലേയേഴ്സ് ഗൈഡ്. അതും അവിടെ മാറിയിരിക്കട്ടെ. ആൻഡ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ 1 2 3 4 5 6 7 8 9 9 പാക്കുകളുണ്ട്. അത് കൂടാണ്ട് എനിക്ക് റെഡ് ഇഷ്ടപ്പെട്ട കേട്ടോ. ഐ ലൈക്ക് ദ റെഡ് മോർ ആൻഡ് ദ ബ്ലൂ. പ്ലേയിങ് ഡൈസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ തുറക്കുന്നില്ല, അതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോട്ടെ. ദീസ് ആർ റെഗുലേഷൻ പ്ലേയിങ് ഡൈസ്. നമുക്ക് ഇതിൻ്റെ ദി ഫോയിൽ കാർഡുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻ കാണുമ്പോഴത്തേക്കും പ്രശ്നമൊന്നും ഇല്ല, നോട്ട് ബാഡ്. ഇതെന്നാൽ തുറക്കാട്ടോ. ഫസ്റ്റ് ടൈം നമ്മൾ അത് കൊള്ളാട്ടോ. തണ്ടറസ് എന്ന് പറഞ്ഞ സാധനമാണ്. That's cool. ഈ സാധനം TCG ലൈവിൻ്റെ കോഡ് കാർഡാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഡിവൈഡേഴ്സ്, നമ്മുടെ ഇതിൻ്റെ അകത്ത് കാർഡുകൾ സോർട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഡിവൈഡറായിട്ട് വെക്കാൻ പറ്റുന്ന 4 സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് രീതിയിലാണോ സോർട്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഈ ഡിവൈഡിങ് സാധനങ്ങൾ വെക്കാൻ പറ്റും. ഐ എം ഗെസ്സിങ് കാർഡ് സ്ലീവ്സ്. യപ്പ്, കാർഡ് സ്ലീവ്സ് ആണിത്. There we go. നമ്മുടെ ഫസ്റ്റ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പോക്കിമോൺ കാർഡ് സ്ലീവ് ചെയ്തേക്കുന്നതാണ്. മൈ ടേബിൾ ഇസ് എ മെസ്, മൈ ഗോഡ്. ഇത് എനർജി കാർഡ്സ്. ഇവർ പറഞ്ഞതെന്നല്ലോ 45 എനർജി കാർഡുകൾ ഉണ്ടാവുമെന്ന്. സോ ഇത് ആക്ച്വലി നമ്മൾ TCG കളിക്കാനായിട്ടാണെങ്കിൽ യു നീഡ് ദീസ് എനർജി കാർഡ്സ്. നമുക്ക് ഓരോ എബിലിറ്റി ഉപയോഗിക്കാണ്ട് ഇത്ര എനർജി വേണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ എനർജി കാർഡ്സ് സെപ്പറേറ്റ് ആയിട്ട് തരുന്നത് കേട്ടോ. സോ ഇത് നമ്മൾ തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, ദേ ജസ്റ്റ് എനർജി കാർഡ്സ്. ഈ സാധനം നമുക്ക് ഇങ്ങനെ തന്നെ ഇവിടെ വയ്ക്കാം. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് പാക്കാണ് തുറക്കാൻ പോകുന്നത്. ഇത് കോഡ് കാർഡാണെന്ന് മൈൻഡ് ചെയ്യേണ്ട. ആൻഡ് ഏറ്റവും ബാക്കിലത്തെ കാർഡ് ഫ്രണ്ടിലോട്ട് വെക്കുക. ഇതാണ് ഇതിലെ കാർഡ് ട്രിക്ക്. സോ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് പോക്കിമോൺ പാക്കാണ്. നല്ലത് വല്ലതും കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഒരു ഐ തിങ്ക് റിവേഴ്സ് ഹോളോ മെറ്റൽ എനർജി. ഓക്കെ, ഏതോ ഒരു ചാത്തൻ. എൻ്റെ ക്യാമറയിൽ ഇത് തലയെറിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. ലാർവെസ്റ്റ. ഓക്കെ, ഇത് സാൻഡിൽ. ഓക്കെ, നോക്കട്ടെ. ഡർമാൻഷ്യൻ. ഓക്കെ, അലോ മോല. എൻ്റെ അമ്മേ, എന്തൊക്കെ പേരാ. ടിംപോൾ. ഓക്കെ, ഇതിന് എനിക്കറിയാം. ഇത് നമ്മൾ സ്കാർലറ്റ് ആൻഡ് വയലറ്റ് കളിക്കുമ്പോഴത്തേക്കും പിടിച്ചിട്ടുണ്ട് ഈ സാധനത്തിനെ, ഫ്രാക്ചറിനെ. അതെനിക്ക് ഓർമ്മയുണ്ട്. ഐ റിമെമ്പർ ദാറ്റ്. നമ്മുടെ ഫസ്റ്റ് റിവേഴ്സ് ഹോളോ കാർഡ്, ഫുൾ ഹോളോ അല്ല, റിവേഴ്സ് ഹോളോ കാർഡ് എസ്കാവലിയർ, അതായിരുന്നു ഇത്. ഓക്കെ, ആൻഡ് ദെൻ ഇത് പോണിയാർഡ് വീണ്ടും നമ്മൾ പിടിച്ചേക്കുന്നതാണ്. നേരത്തെ കിട്ടിയിരിക്കുന്ന ആ കാർഡിൻ്റെ തന്നെ ഒരു റിവേഴ്സ് ഹോളോയും. ആൻഡ് ഫൈനലി ഹോളോ കാർഡ് കിട്ടിയേക്കുന്നത് കാരക്കോസ്റ്റ. ഇപ്പോഴത്തേക്ക് നമ്മുടെ ഹോളോസും റിവേഴ്സ് ഹോളോസും ഞാൻ നേരെ സ്ലീവിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ട്. 1 pack down, 8 more to go. ദിസ് ഈസ് പാക്ക് നമ്പർ 2. സോ ഇത്തവണ നമുക്ക് റിവേഴ്സ് ഹോളോ എനർജി കാർഡ് അല്ല, നോർമലാണ്. അടുത്തത് ഫംഗസ്. വീണ്ടും കഴിഞ്ഞ ദിവസം കിട്ടിയ സെയിം സാധനം തന്നെ. ലാർവെസ്റ്റ. സെയിം സാധനം തന്നെ കഴിഞ്ഞ തവണ കിട്ടിയത്. സാൻഡില്. ഓക്കെ, എൽജിയം. ഓക്കെ, ബിയർഡ്. പുതിയ സാധനങ്ങളായി കാണുന്നുണ്ട്. സെയ്സ്മിറ്റോഡ്. ഇതിനെ നമ്മൾ ആക്ച്വലി പിടിച്ചിട്ടുണ്ട് സ്കാർലറ്റ് വയലറ്റ് കളിച്ചപ്പോഴത്തേക്കും. ഓക്കെ, ലിലിഗൻറ്റ്. കൂൾ. നമ്മുടെ ഫസ്റ്റ് ട്രെയിനെ കാണാണ് പ്രൊഫസർ റീസെർച്ച്. ഓക്കെ, ഹാക്സറസ്. ഇതിനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ആക്ച്വലി ഗെയിമിൻ്റെ അകത്ത്. ഇത് റിവേഴ്സ് ഹോളോ ആണ്. ദ ഫസ്റ്റ് റിവേഴ്സ് ഹോളോ ഹാക്സറസ്. രണ്ടാമത്തതും ഇല്ല, ഫുൾ ആർട്ട് അല്ല, നോർമലാണ്. ഓക്കെ,
സോ ആക്ച്വലി that's cool. Genesect EX. ഇതിൻ്റെ വാല്യൂ എന്തോരം ആണാവോ? അത് കൊള്ളാം, ഇതും കൊള്ളാം. റഫ്ലെറ്റ് നമുക്ക് വേറെ റിവേഴ്സ് ഹോളോ ആണ്. ഇത് കൊള്ളാം കേട്ടോ. ദിസ് ഇസ് ആക്ച്വലി റിയലി കൂൾ. വെൽ, നോട്ട് ബാഡ് ഫോർ പാക്ക് 2. വെൽ, ദിസ് ഇസ് പാക്ക് നമ്പർ 3. എന്നോട് ഇനി മേലെ കാർഡിന്റെ പേരുകൾ വായിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. പോടാ. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഒരു ദി ഷൈനി ദി റിവേഴ്സ് ഹോളോ എനർജി ആണെന്നാണ് എൻ്റെ വിശ്വാസം. വീണ്ടും ഐ കീപ് കോളിംഗ് ദിസ് റിവേഴ്സ് ഹോളോ. ക്ലാങ്. ഓക്കെ, വീണ്ടും നമ്മൾ പിടിച്ചേക്കുന്ന ഒരു പോക്കിമോൺ ആണ്. സ്കാർലറ്റ് വയലറ്റ് കളിച്ചപ്പോഴത്തേക്കും ദാറ്റ് ഈസ് കപ്ചു. യെസ്, ഇതിനെ നമ്മൾ പിടിച്ചേക്കുന്നതാണ്. മറ്റേ തുമ്മിക്കൊണ്ടിരിക്കാൻ എന്തോല്ലേ, മൂക്കിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയിരിക്കുന്നത്. യെസ് ഡെഫിനറ്റ്ലി. നെക്സ്റ്റ് പിഡോഫ്. ഓക്കെ, കാരബ്ലാസ്റ്റ്. കൂൾ. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ സാധനം തന്നെയാണ്. ദിസ് ഇസ് എൻ എക്സ്ട്രാ. There we go. ബ്രേവിയറി. യെസ്, ഇതിനെയും നമുക്ക് കിട്ടിയേക്കുന്നതാണ് സ്കാർലറ്റ് ആൻഡ് വയലറ്റ് കളിച്ചപ്പോഴത്തേക്കും. ഇത് മറ്റേ സെക്കൻഡ് സ്റ്റേജ് അല്ലേ, ഗോളുർക്ക്. യെസ്, there we go. അത് നമ്മുടെ ഫസ്റ്റ്. ഇത് പുതിയ പാറ്റേൺ ആണെന്ന് തോന്നുന്നു കേട്ടോ. ദ ഫസ്റ്റ് റിവേഴ്സ് ഹോളോ ആണിത് നമ്മുടെ ഈ ഒരു പാക്കിലെ. ദാറ്റ് ഈസ് ലാൻഡോനോറസാ. ശേ, ദി ടിംപോൾ. ഇതെനിക്ക് തോന്നുന്നു ഇന്നലെ നമുക്ക് ഇതിൻ്റെ നോർമൽ കിട്ടിയായിരുന്നു. ദിസ് ഇസ് ദ റിവേഴ്സ് ഹോളോ. ആൻഡ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് കാർഡ്. വീണ്ടും ഇത് എന്തിനാ സ്ലീവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. ദേ ആർ നോട്ട് ലൈക്ക് വെരി റെയർ കാർഡ്സ് ഒന്നുമല്ല, പക്ഷെ നമുക്ക് ഇത് റെയർ ആണ്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന എല്ലാ റിവേഴ്സ് ഹോളോസും റെയർസും നമ്മൾ സ്ലീവ് ചെയ്ത് വെക്കുന്നത്. ഷൈനിയാ. ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ഷൈനി. വെൽ, ദാറ്റ്സ് ഫ്രം ഡേ നമ്പർ 3. ഒറ്റൊരു ഹിറ്റ് മതി ജീവിതം മാറി മറയാൻ, അതറിയോ? ഒറ്റൊരു നല്ല ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗുഡ്. പക്ഷേ ഇംഗ്ലീഷ് പാക്ക് ആയതുകൊണ്ട് യു കാൺ എക്സ്പെക്ട് എനിത്തിങ്. ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതൊന്നും ഓർമ്മയില്ല, പക്ഷേ പോക്കിമോണിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളൊരു രസത്തിന് വേണ്ടി ഇത് മേടിച്ചേക്കുന്നതാണ്. ഓക്കെ, ട്രൈയിങ്, ടെസ്റ്റിംഗ്, ഒരു ഫൺ, അത്രേ ഉള്ളൂ. ദിസ് ഇസ് പാക്ക് നമ്പർ 4. അപ്പോൾ സ്റ്റാർട്ടിങ് ഓഫ് വി ഹാവ് വാട്ടർ എനർജി, കാരബ്ലാസ്റ്റ്. ഇത് നമുക്ക് ഒരുപാട് കിട്ടിയ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിഡോവ്, വേളിപ്പീഡ്. ഇത് സ്കാർലറ്റ് ആൻഡ് വയലറ്റിലെ ഡെസേർട്ട് റീജിയനിൽ കാണുന്ന സാധനമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഉറപ്പില്ല. ഗിർഡൂർ. നമ്മുടെ മെയിൻ ഗെയിം എൻഡിങ്ങിൽ ലൈനപ്പിലുണ്ടായിരുന്ന വൺ ഓഫ് ദി പോക്കിമോൺ ആയിരുന്നു സ്കാർലറ്റ് ആൻഡ് വയലറ്റ് കളിച്ചപ്പോഴത്തേക്കും. ഇലക്ട്രോസ്. ഓക്കെ, ന്യൂ പോക്കിമോൺസിനെ കാണുന്നുണ്ട്, ഇതുവരെ കിട്ടാത്തത്. മുഷർണ. ഓക്കെ, വി ഹാവ് സിമിസേജ്. ട്രെയിനർ കാർഡാണ്. എയർ ബലൂൺ, അതാണ് നമ്മുടെ ഫസ്റ്റ് റിവേഴ്സ് ഹോളോ ഇവിടെ ഉള്ളതിലെ. വീണ്ടും ഒരു പോണിയാർഡിന്റെ സെക്കൻഡ് കോപ്പിയാണ് റിവേഴ്സ് ഹോളോ. ആൻഡ് ലാസ്റ്റ് കാർഡ് നോർമൽ ഹോളോ, വീണ്ടും നമ്മൾ ലാൻഡോനോറസ് അല്ലേ. ഇത്തവണ ഇതിന്റെ റിവേഴ്സ് ഹോളോ അല്ല, വി ഗോട്ട് എ നോർമൽ ഹോളോഗ്രാഫിക്. ദാറ്റ്സ് 4 packs done, 5 more to go. ദിസ് ഇസ് പാക്ക് നമ്പർ 5. ഇതുവരെ എനിക്ക് നന്മ മരങ്ങളെ ഒന്നും കിട്ടിയിട്ടില്ല. ഈ പാക്കിൻ്റെ അകത്ത് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ്, നമുക്ക് റിവേഴ്സ് ഹോളോ വാട്ടർ എനർജി, പാൽപിറ്റോഡ്. ഓക്കെ, ഫ്രാക്ചർ വീണ്ടും നമ്മുടെ എക്സ്ട്രയാണ്. വെനിപ്പീഡ്. ഓക്കെ, സെർവൈൻ. ഓക്കെ, പ്രൊഫസേഴ്സ് റീസർച്ച്. ഇത് നമുക്ക് എക്സ്ട്രയാണ്. ഐ തിങ്ക് നമുക്ക് ഇതൊരെണ്ണം കിട്ടിയിട്ടുണ്ടതിന് മുമ്പ്. ഇത് നമുക്ക് ഇന്നലെ പെട്ടി തുറന്നപ്പോൾ കിട്ടിയ, ഇന്നലെ പാക്ക് തുറന്നപ്പോൾ കിട്ടിയായിരുന്നു ഈ സാധനം. ക്രൂക്കൊടൈൽ. നമ്മുടെ ഫസ്റ്റ് റിവേഴ്സ് ഹോളോ. വീണ്ടും ക്ലാങ്. ഇതിൻ്റെ നോർമൽ നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയായിരുന്നു. റിവേഴ്സ് ഹോളോ ആണ് ഫസ്റ്റ്. ഓക്കെ, വോൾക്കരോണ നമ്മുടെ എക്സ്ട്രാ ആണെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. വീണ്ടും ഒരു റിവേഴ്സ് ഹോളോ ഇല്ല. സ്റ്റിൽ വിക്ടീനി ഹോളോ. ഓക്കെ, ഈ പാക്കിലും ഭാഗ്യമില്ലടാ, അടുത്തേൽ നോക്കാം ഇനി. വെൽ, ദിസ് ഇസ് പാക്ക് നമ്പർ 6. കഴിഞ്ഞ 5 പാക്കായിട്ട് ഒന്നും കിട്ടാണ്ടിരിക്കുന്ന ഞാനാണ്. ഇത്തവണ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നത്. സ്റ്റാർട്ടിംഗ് തിങ്സ് ഓഫ്, നമുക്ക് ബേസിക് ഫയർ എനർജി ഉണ്ട്, ഫോളോഡ് ബൈ സാൻഡിയോ. വീണ്ടും നമ്മുടെ 3ാമത്തെ തവണയാണ് ഈ സാധനം കിട്ടുന്നത്. ആദ്യമായിട്ട് ഇടുന്ന സാധനമാണ് മെറാക്ടസ്. ഓക്കെ, ഡ്രിൽബർ. കൂൾ. വീണ്ടും നമ്മുടെ എക്സ്ട്രാ ആണ്. ഓക്കെ, ഈ ഇലക്ട്രിക്. ഇതിന്റെ 3rd സ്റ്റേജിൻ്റെ നമുക്ക് 2 ദിവസം മുമ്പ് കിട്ടിയെന്ന് തോന്നുന്നു. ലിലിഗൻറ്റ് നമ്മുടെ എക്സ്ട്രാ ആണ്. ഇത് നമ്മുടെ 3ാം തവണ ഈ സാധനം കിട്ടുന്നത്. ഓക്കെ,
ഫസ്റ്റ് റിവേഴ്സ് ഹോളോഗ്രാഫിക്, ഇതും എക്സ്ട്രാ കാർഡാണ്, പക്ഷേ എൻ്റെ റിവേഴ്സ് ഹോളോ ആണ് കിട്ടിയേക്കുന്നത്. ഡ്വിബിൾ നമ്മുടെ അടുത്ത റിവേഴ്സ് ഹോളോ. ആൻഡ് ലാസ്റ്റ് നോർമൽ ഹോളോഗ്രാഫിക് തന്നെ ബെയററ്റിക് ആണ്. വീണ്ടും നമ്മുടെ മെയിൻ ലൈനപ്പിൽ ഉണ്ടായിരുന്നതാണ് സ്കാർലറ്റ് ആൻഡ് വയലറ്റ് കളിച്ചപ്പോഴത്തേക്കും. യെറ്റ് അനദർ അൺലക്കി ഡേ. ആൻഡ് 3 പാക്ക് മാത്രം ബാക്കി. വെൽ ദിസ് ഇസ് പാക്ക് നമ്പർ 7. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ബേസിക് ഫൈറ്റിംഗ് എനർജി ഫോളോഡ് ബൈ ധറുമഖ. ഓക്കെ, അടുത്തതായിട്ട് ഡ്യോഷ്യോൻ. ഓക്കെ ഓക്കെ, ഡ്വബിൾ. വീണ്ടും നമുക്ക് ഇന്നലെ ഇതിൻ്റെ റിവേഴ്സ് ഹോളോ കിട്ടിയായിരുന്നു. ഓക്കെ, ആക്സു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫ്രാക്ചറും ഹാക്സറസും രണ്ടും കിട്ടി. സോ ദ ഫസ്റ്റ് സ്റ്റേജും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. തുറോഹ്, നമ്മുടെ കരാട്ടക്കാരൻ. ടിർട്ടൂഗ. വീണ്ടും ഒരു എയർ ബലൂൺ, ഇത്തവണ നോർമലാണ്. ഇതിൻ്റെ റിവേഴ്സ് ഹോളോ നമുക്ക് കിട്ടിയായിരുന്നു. അടുത്ത പോക്കിബോൾ പാറ്റേൺ ഉള്ള മിൻസീനോനെ കിട്ടി. വീണ്ടും ഈ പോക്കിബോൾ പാറ്റേൺ ഉള്ളതിനെ വേറെ വിലയാണ് കേട്ടോ, ബൈ ദ വേ. ഇറ്റ് ഈസ് വർത്ത് മോർ നോർമലിനെക്കാട്ടും. ആൻഡ് ഫൈനലി കൊബാലിയോൺ. ഓക്കെ, കൊബാലിയൻ ഹോളോ. വെൽ, ദാറ്റ് വാസ് പാക്ക് നമ്പർ 7. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഇലസ്ട്രേഷൻ റെയർ ആണ് കേട്ടോ. വെൽ, ദിസ് ഇസ് പാക്ക് നമ്പർ 8. ആൻഡ് നമ്മുടെ ETBന്റെ അകത്തുള്ള സെക്കൻഡ് ലാസ്റ്റ് പാക്കും കൂടെയാണ് കേട്ടോ ഇത്. നോക്കട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഇലസ്ട്രേഷൻ റെയർ കിട്ടിയതല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് ഗ്രാസ് എനർജി, മോൾഗ. ഓക്കെ, ട്രാങ്ക്വിൽ. ഓക്കെ, ഗോളറ്റ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് നമുക്ക് ഓൾറെഡി കിട്ടിയെന്ന്. വീണ്ടും എല്ലാം യുണീക്ക് കാർഡ്സ് കിട്ടുന്നത് നല്ലതാണ്. എൻ്റെ ബൈൻഡറിൽ നിറഞ്ഞിരിക്കും. മറാക്ടസ്, ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു, എനിക്ക് ഉറപ്പില്ല. സിനിപ്പോർ. ഓക്കെ, ഒരു സപ്പോർട്ടർ കാർഡാണ്. എൻസ്പ്ലാൻ. മിൻസീനോ കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു, ഇത് സിൻസീനോ. അതോടെ ഫസ്റ്റ് റിവേഴ്സ് ഹോളോ ഈ പാക്കിൻ്റെ അത് ബി ഷാർപ്പാണ്. വീണ്ടും ദി പോക്കിബോൾ ഇതുള്ള റിവേഴ്സ് ഹോളോ, സോ എൻ്റെ വാല്യൂ കൂടുതലാണ്. രണ്ടാമത്തത് കപ്ചു ആണ്. ഇതും കഴിഞ്ഞ ദിവസം നമുക്ക് നോർമലാണ് കിട്ടിയ. ഇത് ഒരു റിവേഴ്സ് ഹോളോ, നോർമൽ ഹോളോഗ്രാഫിക് ആണ്. വീണ്ടും ഹാക്സറസ്. ഇറ്റ് ഹേർട്സ് ബ്രദർ, ഇറ്റ് ഹേർട്സ്. നമ്മുടെ ബ്ലാക്ക് ബോൾ TTPയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാക്ക് നമ്പർ 9. എന്താണെങ്കിലും നമ്മൾ ഇതിൽ നിന്ന് മാൻഷൻ മേടിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എല്ലാം ഒരു ഫണ്ടിന്റെ പുറത്ത് ഫസ്റ്റ് പാക്കാണ് മേടിച്ചേക്കുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷേ ഐ എം സ്റ്റിൽ ഫൈൻ വിത്ത് ഇറ്റ്. അപ്പോൾ സ്റ്റാർട്ടിങ് തിങ്സ് ഓഫ്, നമുക്ക് ആദ്യം തന്നെ ഒരു ഡാർക്ക്നെസ് എനർജി റഫ്ലെറ്റ്. വീണ്ടും എക്സ്ട്രാ ഡർമഖ. സൊളോസിസ് വീണ്ടും എക്സ്ട്രാ തന്നെ. ടിംപോൾ വീണ്ടും എക്സ്ട്രാ. റീയൂണിക്ലസ്. എൻ്റെ അമ്മ, ഇതെന്ത് സാധനം. ഓക്കെ, ബിഷാപ്പിൻ്റെ നോർമൽ. ഇതിൻ്റെ റിവേഴ്സ് ഹോളോ നമുക്ക് ഇന്നലെ കിട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു സെറ്റിലെ ഏറ്റവും ലാസ്റ്റ് കാർഡ് കേട്ടോ. അതെ, 86 of 86 ആണ്. ഇത് പ്രിസം എനർജി ആണ്. ഓക്കെ, ഫസ്റ്റ് റിവേഴ്സ് ഹോളോഗ്രാഫിക് സാൻഡിൽ. വീണ്ടും കുറച്ചധികം എണ്ണം നമുക്ക് എക്സ്ട്രാ കിട്ടിയേക്കുന്നതാണ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് കാർഡ് that's an EX. ഷൈനി. ഓക്കെ, നമുക്ക് 2 EX കാർഡ്സ് ആണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഈ ഒരു പാക്കിൽ നിന്ന്. ഐ മീൻ ഈ ഒരു ഫുൾ സെറ്റിൽ നിന്ന്. മൈ ഗോഡ്. വെൽ, കുറച്ച് വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ ഐ ആം ഫൈൻ വിത്ത് ഇറ്റ്. അങ്ങനെ ഫൈനലി എല്ലാ പാക്കുകളും നമ്മൾ ഓപ്പൺ ചെയ്തു. വലിയ തോതിലുള്ള സംഭവങ്ങളോ ഹിറ്റ്സോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ബൈൻഡർ കാണിച്ചു തരാം കേട്ടോ. സോ ഇതായിരുന്നു നമ്മൾ പുതിയത് മേടിച്ച ബൈൻഡർ. സോ നോർമൽ ഈ ഒരു സെറ്റിൻ്റെ അകത്ത്, അതായത് മാസ്റ്റർ സെറ്റ് അല്ല, നോർമൽ സെറ്റിൻ്റെ അകത്ത് 86 കാർഡ്സ് ആണ് ഉള്ളത്. എനിക്ക് 20 25 എങ്ങാണ്ട് കുറവാണ്. 25 എങ്ങാണ്ട് മിസ്സിംഗ് ആണ്. സോ ഈ കാണുന്ന ഗ്യാപ്പുകളുണ്ട്. ഇവിടെയാണ് നമുക്ക് സാധനങ്ങളില്ലാത്ത. മറ്റതെല്ലാം ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നോക്കിക്കോ, ഈ ഒരു പേജ് ഫുൾ ഉണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇല്ല, ഇവിടെ ഇല്ല. കണ്ടോ, ഇത് ലൈക്ക് ആ സ്റ്റേജസ് ഉണ്ടല്ലോ, സ്റ്റേജസ് എല്ലാം കിട്ടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് സത്യം പറയാലോ. ഏതെങ്കിലും പേജ് എനിക്ക് ഫുൾ പേജ് ഉണ്ടോ എനിക്കറിയത്തില്ല. നോക്കട്ടെ. ആക്ച്വലി ഈ ഒരു പേജ് ഫുൾ പേജ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഏറ്റവും വേർത്ത് ആയിട്ടുള്ള കാർഡ്സിൽ ഒരെണ്ണം ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ പോക്കിബോൾ അല്ല, ഇത് മാസ്റ്റർ ബോളിൻ്റെ ഹോളോഗ്രാഫിക് ആണ്. ഈ ഒരു കാർഡിൻ്റെ അകത്തുള്ള ബിഷാപ്പിന്. അതിന് $6.
$7 എങ്ങാണ്ടാണ് ആ ഒരു കാർഡിന് വാല്യൂ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി നമുക്ക് കിട്ടിയേക്കുന്നതിൽ നല്ല വാല്യൂ ഉള്ള കാർഡ് ഒരെണ്ണം അതും. രണ്ടാമത്തെ ഇതുമാണ്. ഇതും ഒരു $6 സംതിങ് ആണ് ഈ ഒരു കാർഡിൻ്റെയും വാല്യൂ വരുന്നത്. നമ്മുടെ ഇല്ലസ്ട്രേഷൻ റെയർ ഒരെണ്ണം കിട്ടിയത്. ഇത് നമ്മുടെ പ്രൊമോ കാർഡ് ഈ ഇരിക്കുന്നത്. സോ ഇതാണ് നമുക്ക് കിട്ടിയുന്ന സെറ്റുകൾ. ഐ മീൻ സെറ്റ് ആൻഡ് നമ്മുടെ എക്സ്ട്രാസ് ബാക്കിൽ വെച്ചേക്കുന്നതാണ് എക്സ്ട്രാസ് ഇരിക്കുന്നത്. എല്ലാം അറ്റ്ലീസ്റ്റ് 1 നമുക്ക് അപ്പുറത്തുണ്ട്. ഇതെല്ലാം ദർ ആർ ലൈക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ സെയിം തിങ് ഇസ് വെൽ. സാൻഡിൽ തന്നെ 3 ഉണ്ട്. ഇത് 2 ഉണ്ട്. ഇത് 2 ഉണ്ട്. വീണ്ടും ഈ ബ്ലാക്ക് ബോൾട്ടിൻ്റെ ഇംഗ്ലീഷ് ആരുടെയും കയ്യിൽ ഉള്ളവരുണ്ടെങ്കിൽ പറ കേട്ടോ. വീണ്ടും എനിക്കില്ലാത്ത ഈ കാർഡുകളിന് അപ്പുറത്തുള്ള എക്സ്ട്രാസ് വെച്ചിട്ട് ഏതെങ്കിലും എക്സ്ചേഞ്ചിന് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലേ പറയുക. എനിക്ക് ഈ ഒരു സെറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഉണ്ടല്ലോ ഇംഗ്ലീഷ് പാക്കിന് ഭയങ്കര വിലയാണ്. സോ ദ മെയിൻ പ്രോബ്ലം ഇസ് ഈ ഇംഗ്ലീഷ് പാക്കുകളുണ്ടല്ലോ ബ്ലാക്ക് ബോൾട്ടിൻ്റെ ഒക്കെ ജാപ്പനീസ് പോലെയല്ല. ജാപ്പനീസിനും നല്ല വിലയുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ഇസ് പെർട്ടിക്കുലർലി വെരി വെരി കോസ്റ്റ്ലി. അതുകൊണ്ട് ഞാൻ ഈ സെറ്റിൻ്റെ എൻ്റെ OCD കാരണം എനിക്കെൻ്റെ ബാക്കിയും കൂടെ മേടിക്കാണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ അതിനുള്ള കിഡ്നി എനിക്കില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ഈ ഒരു സീരീസ് ഇവിടം വരെ കണ്ടെത്തിയിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ടിൽ ദി എൻഡ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉടനെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ തുറക്കാൻ വേണ്ടി മേടിക്കാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ.